ഹായ് ഗൈസ്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമൽ വെക്ടറിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂണിറ്റ് നോർമൽ വെക്ടറിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്തായിരുന്നു അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അതുപോലെ യൂണിറ്റ് നോർമൽ വെക്ടർ എന്താണെന്ന് അല്ലേ. അപ്പോൾ ഒരു കേവിന് ടാൻജന്റ് ആയി പോകുന്ന വെക്ടർ എടുക്കുന്നു, വെക്ടർ ഫംഗ്ഷൻ എടുക്കുന്നു. അപ്പോൾ ആർ ഓഫ് ടി ആണ് പൊസിഷൻ വെക്ടർ എങ്കിൽ ആർ ഡാഷ് ഓഫ് ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ടാൻജന്റ് വെക്ടർ കിട്ടി. അതിനെ യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നോർമൽ ആർ ഡാഷിനോട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കിട്ടി. അതേപോലെ യൂണിറ്റ് നോർമൽ വെക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ടി ഡാഷിന്റെ യൂണിറ്റ് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് അല്ലേ. ടി ഡാഷ് ബൈ നോം ടി ഡാഷ് ആയിരുന്നു എന്ത് നമ്മൾ യൂണിറ്റ് നോർമൽ വെക്ടർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി വെച്ചിട്ട് നമ്മൾ പുതിയൊരു വെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ പ്രോപ്പർട്ടി നമുക്ക് പോവാം. പിന്നെ ബൈനോർമൽ വെക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഈ വെക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മളുടെ നോർമൽ വെക്ടറും ടാൻജൻഷ്യൽ യൂണിറ്റ് നോർമൽ വെക്ടറും യൂണിറ്റ് ടാൻജന്റ് വെക്ടറും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഈ ടീൻ്റെയും എന്നിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ബീനെ, അതായത് ബൈനോർമൽ വെക്ടേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈനോർമൽ വെക്ടറിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ടിയും എന്നും ക്രോസ് എടുത്ത് ചെയ്യുന്നതും നമുക്ക് അത് വെച്ച് എന്തൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നൊക്കെ, എന്താ നമ്മൾ ഈ ബൈനോർമൽ വെക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇതിന്റെ ഫർദർ മൂവ്മെന്റിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബൈനോർമൽ വെക്ടേഴ്സ് ഇൻ 3 സ്പേസ് ആണ്. അപ്പൊ ബൈനോർമൽ വെക്ടേഴ്സ് 3 സ്പേസിലാണ് ഈ ബൈനോർമൽ വെക്ടേഴ്സ് പറയുന്നത്. അതിന് കാരണമുണ്ട്. എന്താണ്? ഒന്ന്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത് കേവ് ആണ്. ആർ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ വെക്ടർ, അതാണ് സിയുടെ ആർ ഓഫ് ടിയുടെ കേവ് ആണ് സി എന്ന് പറയാം. 3 സ്പേസിലാണ്. നമ്മൾ അതിന്റെ ബൈനോർമൽ വെക്ടർ സി ഡിഫൈൻ ചെയ്യുന്നത് ബി ഓഫ് ടി, ബൈനോർമൽ വെക്ടേഴ്സ് ബി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എപ്പോഴും വെക്ടർ തന്നെ ആയിരിക്കും. അപ്പം ബി ഓഫ് ടി എന്തായിരിക്കും? അതൊരു വെക്ടർ ഫംഗ്ഷൻ തന്നെയായിരിക്കും. അപ്പം ബി ഓഫ് ടി ഈക്വൽ ടു ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടികൾ. ഇതിന് മുന്നേ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് വന്നപ്പോൾ ഡിസ്കസും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയാം. എ ക്രോസ് ബി, എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു വെക്ടർ കിട്ടും അല്ലെ. ക്രോസ് പ്രൊഡക്റ്റ് എപ്പോഴും വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ വെക്ടർ കിട്ടും. ഡോട്ട് പ്രൊഡക്റ്റ് ആയിരുന്നെങ്കിൽ വെക്ടറും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ സ്കേലാർ ആയിരുന്നു വരിക അല്ലെ. അപ്പൊ ഈ ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഒക്കെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു. ലെവലിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ റീകോൾ ചെയ്തെടുക്കാം. എനിവേ, എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടർ എ ബി എന്ന് പറയുന്ന ഈ രണ്ട് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് അത് മാത്രമല്ല ഉള്ളത്. ബി ഓഫ് ടി എന്ന് പറയുന്നത് ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി ആണ്. ടി ഓഫ് ടിയും എൻ ഓഫ് ടിന്റെയും പ്രത്യേകത എന്താണ്? ടി ഓഫ് ടി എന്ന യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്, എൻ ഓഫ് ടി എന്ന യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. രണ്ടും എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അതിന്റെ നോം എപ്പോഴും 1 ആണ്, യൂണിറ്റ് ലെങ്തിലാണ്. അപ്പൊ ആ പ്രോപ്പർട്ടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ടിയുടെയും എന്നിന്റെയും പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ബിക്കും കുറച്ച് പ്രോപ്പർട്ടികൾ പറയാൻ പറ്റും. ടിന്റെയും എന്നിന്റെയും പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബിക്ക് ആ പ്രോപ്പർട്ടികളൊക്കെ പറയുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പം ബി ഓഫ് ടി ഈസ് ഓർത്തോണൽ ടു ബോത്ത് ടി ഓഫ് ടി എൻ ഓഫ് ടി. കാരണം അത് നമ്മൾ എവിടെ വെച്ച് പറഞ്ഞത്? ക്രോസ് പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ടിയും ടി ക്രോസ് എൻ ഓഫ് ടിയിൽ ടിയും എന്നും എന്താണ്? അത് നേരത്തെ പറഞ്ഞ ടിയും എന്നും ഓർത്തോഗണൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ടിയും എന്നും ഓർത്തോഗണൽ ആയതുകൊണ്ട് ബി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി ഓഫ് ടിക്കും എൻ ഓഫ് ടിക്കും എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. അത് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. അതിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് റൂളൊക്കെ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്ത് നോക്കട്ടോ. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബി ഓഫ് ടി എന്ന് പറയുന്നത് ടിക്കും എന്നിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നമ്മളതിൽ 3 വെക്ടർ ഉണ്ട്. അപ്പൊ ആർ ഓഫ് ടി എന്നൊരു കേവ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ടി ഓഫ് ടി ഉണ്ടാവും, എൻ ഓഫ് ടി ഉണ്ടാവും. ടി ഓഫ് ടി എൻ ഓഫ് ടിയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബി ഓഫ് ടി ഡിഫൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ ടിയുടെയും എന്നിന്റെയും നോം 1 എന്ന് പറഞ്ഞല്ലേ, അത് വെച്ചിട്ട് ബിയുടെ നോം എന്താണെന്ന് നോക്കാം. അപ്പൊ നോം ബി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? നോം ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ക്രോസ് എൻ ആണല്ലേ, നോം ഓഫ് ടി ക്രോസ് എൻ.
ആണല്ലോ. ടി ക്രോസ് എൻ നമുക്ക് എന്തറിയാം? ടി ക്രോസ് എൻ എന്ന് പറഞ്ഞാൽ നോം ടി നോം എൻ ഇൻറ്റു സൈൻ തീറ്റ എന്നാണ് അല്ലേ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് ടാൻജന്റ് വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറും എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. അപ്പൊ അതിന്റെ ആംഗിൾ തമ്മിലുള്ള തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും, π/2 ആയിരിക്കും. അപ്പൊ നോം ബി ഓഫ് ടി എന്ന് പറഞ്ഞാൽ നോം ടി ഓഫ് ടി ഇൻറ്റു നോം എൻ ഓഫ് ടി ഇൻറ്റു സൈൻ π/2 എന്ന് വരും അല്ലേ. ഇവിടെ നോം ടി ഓഫ് ടി നോം എൻ ഓഫ് ടി 1 ആണെന്നുണ്ട്, സൈൻ π/2 1 ആണ്. അപ്പൊ നോം ബി ഓഫ് ടി നമുക്ക് 1 ആണ് കിട്ടി അല്ലേ. അപ്പൊ എന്താണ് നമ്മളെ ബി ഓഫ് ടി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത് ആണ്. അതിന്റെ നോം 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടിയുടെയും എന്നിന്റെയും നോം 1 ആയിട്ട് ബിന്റെയും നോം എന്താണ് 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? ടിയും എന്നും പെർപെൻഡിക്കുലർ ആണ്. ബി എന്ന് പറഞ്ഞാൽ ടിക്കും എന്നിനും പെർപെൻഡിക്കുലർ, അതായത് ടിയും എന്നും പെർപെൻഡിക്കുലർ ആണ്. ബി എന്ന് പറഞ്ഞാൽ ടി ക്രോസ് എൻ ആയിട്ട് ബി ടിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ബി എന്നിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ 3 വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ബിയും ടിയും എന്നും. ഇത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിലുള്ള പിന്നെ അത് മാത്രല്ല, അത് 3 എന്താണ്? അത് 3 യൂണിറ്റ് വെക്ടർ ആണ് അല്ലെ. ടി യൂണിറ്റ് വെക്ടർ ആണ് നമുക്കറിയാം, എൻ യൂണിറ്റ് വെക്ടർ ആണ് മുന്നത്തെ ക്ലാസ് പറഞ്ഞാണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ബി യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ നമ്മളെ കയ്യിൽ 3 വെക്ടർ ഉണ്ട്. ആർ ഓഫ് ടി എന്ന് പറഞ്ഞ കേവിന് നമുക്ക് 3 വെക്ടർ ആർ ഓഫ് ടി എന്ന് നമുക്ക് എന്തറിയാം? അതിന് കൃത്യമായ ഒരു എക്സ്പ്രഷൻ ഒക്കെ ടി എന്നും ബി ഒക്കെ കാണാൻ എക്സ്പ്രഷൻ നമുക്ക് പറയാതെ വെച്ചാൽ ആർ ഓഫ് ടി എന്ന കേവിന് നമുക്ക് ബി എൻ ടി എന്ന് പറഞ്ഞ 3 വെക്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ 3 വെക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഈ 3 വെക്ടേഴ്സും നോർമൽ വെക്ടർ ആണ്. സോറി, ഈ 3 വെക്ടേഴ്സും യൂണിറ്റ് വെക്ടർ ആണ്. പോരാത്തതിന് ഈ 3 വെക്ടേഴ്സും മ്യൂച്വലി ഓർത്തോഗണൽ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന് മുന്നേ ഇങ്ങനെ എന്ത് പഠിച്ചിട്ടുണ്ട്? ഐ ജെക്ക് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? എക്സിന്റെയും സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഐ ജെക്ക് അല്ലെ. എക്സിന്റെ ഐ, സെഡിന്റെ വൈന്റെ ജെ, സെഡിന്റെ കെ, അങ്ങനെ ഐ ജെക്ക് പഠിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഐ ജെക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ജെ, ഐയും ജെയും മൾട്ടിപ്ലൈ ചെയ്താൽ കെ ആയിരിക്കും വരിക, കെയും ഐയും മൾട്ടിപ്ലൈ ചെയ്താൽ ജെ ആയിരിക്കും. അപ്പോൾ ആ ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഐ ജെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇതേപോലെ തന്നെയല്ലേ, എങ്ങനെ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ നോർമൽ യൂണിറ്റ് വെക്ടർ ആയിരുന്നു അല്ലെ. ഐ ജെ കെ എന്ന് പറയുന്നത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ യൂണിറ്റ് വെക്ടേഴ്സ് ആയിരുന്നു. അവിടെ ഐയും ജെയും മൾട്ടിപ്ലൈ ചെയ്താൽ കെ വരും, കെയും ഐ മൾട്ടിപ്ലൈ ജെ ആണ് വരിക. ആ ഓർഡർ തിരിച്ചു വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പൊ അങ്ങനത്തെ റിസൾട്ട് ഒക്കെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ക്രോസ് പ്രൊഡക്റ്റിന്റെ യൂണിറ്റ് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴുള്ള പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതേ സാധനം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും. എന്താ വരുന്നത്? ഇതിനൊക്കെ പ്രൂഫ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ക്രോസ് പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ് യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്ന് കിട്ടി അതിന്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഐ ജെ കെന്റെ കാര്യം തന്നെ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ നമ്മളെ കയ്യിൽ ബി ഈസിക്കൽ ടു ടി ക്രോസ് എൻ ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം? ഇത് 3 യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ഈസിക്കൽ ടു ടി ക്രോസ് എൻ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ ഈസിക്കൽ ടു ബി ക്രോസ് ടി എന്ന് പറയാൻ പറ്റും അല്ലെ. ടി ഈസിക്കൽ ടു എൻ ക്രോസ് ബി. ഇതിങ്ങനെ റൗണ്ട് ചെയ്തല്ലേ വരാം. അപ്പൊ നമുക്ക് നമ്മളുടെ ഈ ഒരു ബിയുടെ ഡെഫിനിഷൻ തന്നെ ബിനെ നമ്മൾ ടി ക്രോസ് എൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എൻ ഓഫ് ടീനെ എന്നിനെ ബി ക്രോസ് ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ ടി ഓഫ് ടീനെ എൻ ക്രോസ് ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 3 എക്സ്പ്രഷൻ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടിയപ്പോൾ ടിയും എന്നും ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് 3 മ്യൂച്വലി ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ഓക്കെ, 3 മ്യൂച്വലി ഓർത്തോഗണൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആയി ടിയും എന്നും ബിയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം നമ്മൾ ടി ആണ് ആർ എന്ന് നമുക്ക് ടി ഡിഫൈൻ ചെയ്തു, പിന്നെ എന്നെ ഡിഫൈൻ ചെയ്തു, ഇപ്പം ബിയും ഡിഫൈൻ ചെയ്തു. അപ്പൊ ഈ 3 പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇത് 3 എന്താണ്? മ്യൂച്വലി ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇതിനെയാണ് നമ്മൾ ടി എൻ ബി ഫ്രെയിം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളൊരു ടി എൻ ബി ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു ആർ ഓഫ് ടി എന്നൊരു വെക്ടർ ഉണ്ട്, അതിന്റെ ഒരു കേവ് ഉണ്ട്. ആർ ഓഫ് ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ആ കേവിന്റെ 3 വെക്ടേഴ്സും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ, യൂണിറ്റ് നോർമൽ വെക്ടർ, അതുപോലെ ബൈനോർമൽ വെക്ടർ. ഈ 3 യൂണിറ്റ് ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് ഈ ആർ ഓഫ് ടി വെച്ചിട്ട് ഈ ഒരു ഇതിനൊക്കെ ഫ്രെയിമിനെ നമ്മളാണ് ടി എൻ ബി ഫ്രെയിം എന്ന് പറഞ്ഞത്. ടി എന്ന് പറഞ്ഞാൽ ടിയും എന്നും ബിയും കൂടി ഫോം ചെയ്യുന്ന ഫ്രെയിം എന്ന് പറയാൻ പറ്റുന്നത് ആർ ഓഫ് ടി കേട്ടോ. ഇത് കണ്ടുപിടിച്ച ആളെ വെച്ചിട്ട് വേറെ പേരൊക്കെ പറയും. ഇപ്പൊ ഇത് ശ്രദ്ധിക്കുക, ടി എൻ ബി ഫ്രെയിം എന്ന്. ടി എൻ ബി ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കേവ് ആണ്. ഈ കാണുന്നതാണ്, ഇതാണ് നമ്മളുടെ കേവ്.
ഈ കേവിന്റെ ഈ പോയിന്റ് വെച്ച് നമ്മൾ എന്തുണ്ടാക്കുകയാണ്, അതിന്റെ ടാൻജന്റ് വെക്ടർ ഇങ്ങോട്ട്, ടാൻജന്റ് വെക്ടർ നോർമൽ ആകുമ്പോൾ കേവിന്റെ ഉള്ളിലേക്ക് വരും. പിന്നെ ഈ ടിക്കും എന്നിനും മ്യൂച്വലി ഓർത്തോഗണൽ ആയിട്ടുള്ള ടി ക്രോസ് എൻ ആയിട്ടുള്ള ബി മുകളിലോട്ടും വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫ്രെയിം കിട്ടി. ഇനി നോക്കാം, ഇവിടെ ഇപ്പം ഈ ടിയും എന്നും കൂടി ടിയും എന്നും കൂടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അതുപോലെ നമ്മൾ എക്സ് വൈ സെഡ് എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിൻ, വൈ സെഡ് പ്ലെയിൻ, സെഡ് എക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്ത്, നമുക്ക് 3 കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട് സ്പേസിലെ. അപ്പൊ അത് വെച്ച് നമുക്ക് ഇതിലെ 2 വെക്ടേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫ്രെയിം പറയാൻ പറ്റും, അല്ലെങ്കിൽ പ്ലെയിൻ പറയാൻ പറ്റും. അപ്പൊ നോക്കാം, അപ്പോൾ ടിയും ബിയും എന്നും വെച്ചിട്ട് നമുക്ക് പ്ലെയിൻ ഉണ്ടാക്കും. അതിനാണ് നമ്മൾ ടി എൻ ബി പ്ലെയിൻ ഫ്രെയിം എന്ന് പറയാം. സോറി, ടിയും എന്നും ബിയും വെച്ച് നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും, ടി എൻ ബി ഫ്രെയിം എന്ന് പറയും. ഇതിലെ ടിയും എന്നും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കുന്ന പ്ലെയിനെയാണ് ഓക്കെ ദ പ്ലെയിൻ ഡിറ്റർമിൻഡ് ബൈ ടി ആൻഡ് എൻ ഈസ് ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടിയും എന്നും കൂടി, അപ്പൊ ഇതാണ് നമ്മൾ ടി, ഇതാണ് നമ്മൾ എൻ. അപ്പോൾ ഈ ടിയും എന്നും കൂടി ഉണ്ടാക്കുന്ന ഫ്രെയിം ഇതായിരിക്കും അല്ലെ. ഈ ഫ്രെയിമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ബിയും എന്നും കൂടി, നോർമൽ വെക്ടറും കൂടി ഉണ്ടാക്കുന്ന പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ നോർമൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഏതാ, ബിയും ടിയും കൂടി ഉണ്ടാക്കുന്ന പ്ലെയിൻ ഏതാ, ഇത്. ഈ ബിയും ടിയും കൂടി ഉണ്ടാക്കുന്ന ഇതുണ്ട്, ഇതിനെ നമ്മൾ പറയുന്നത് റെക്ടിഫ്ലൈയിങ് പ്ലെയിൻ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിലുള്ള ഈ ടി എൻ ബി ഫ്രെയിം ഉണ്ട്, 3 മ്യൂച്വലി ഓർത്തോഗണൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ഫോം ചെയ്യുന്ന ഫ്രെയിം ആണ്. ടിയും എന്നും ബിയും കൂടി ഫോം ചെയ്യുന്ന ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിൽ നമുക്ക് എന്തുണ്ടാവണം, 3 പ്ലെയിൻ നമുക്ക് പറയാൻ പറ്റാണല്ലോ, 3 വെക്ടേഴ്സ് ഉണ്ടല്ലോ മ്യൂച്വലി ഓർത്തോഗണൽ. അപ്പോൾ ബിയും എന്നും കൂടി ഫോം ചെയ്യുന്ന പ്ലെയിൻ നമ്മൾ നോർമൽ പ്ലെയിൻ എന്നും, എന്നും ടിയും കൂടി ഫോം ചെയ്യുന്ന നമ്മൾ ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ എന്നും, ബിയും ടിയും കൂടി ചേർന്നുണ്ടാക്കുന്ന നമ്മൾ റെക്ടിഫൈയിങ് പ്ലെയിൻ എന്നും പറയും. ഓക്കെ, അപ്പോ നമ്മളെ കയ്യിൽ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിഫൈൻ ചെയ്തു, നമ്മൾ ആ യൂണിറ്റ് ടാൻജന്റ് വെക്ടറും നോർമൽ വെക്ടറും വെച്ച് നമ്മൾ ബൈനോർമൽ വെക്ടേഴ്സ്, ബി എന്ന് പറഞ്ഞ ബൈനോർമൽ വെക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ആ ബൈനോർമൽ വെക്ടർ ടീനും എന്നിനും പോലൊക്കെ തന്നെ യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ അതിന് നമുക്ക് അതിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഡെഫിനേഷൻ പ്രകാരം. എന്നിട്ട് ഇത് 3 കൂടി മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കും, യൂണിറ്റ് ആയിരിക്കും. ഇത് 3 കൂടി ഫ്രെയിം ഫോം ചെയ്യും. ഈ ഫ്രെയിമിൽ നമുക്ക് 3 പ്ലെയിന് വേറെ പറയാൻ പറ്റും. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് വെച്ച് നമ്മൾ എങ്ങനെ പ്രോബ്ലം പറഞ്ഞാൽ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് എന്താ ചോദിക്കുന്നത് വെച്ചാൽ ടിയും എന്നും ബിയും കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തൊക്കെ വെച്ച് കേവ് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ. ഓക്കെ, ദ പൊസിഷൻ ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ ഈസ് ഗിവൻ. നമ്മളെ പ്രോബ്ലം 6 പറഞ്ഞത് ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, 3 cos ti plus 3 sin tj plus 4tk. ടിയും എന്നും ബിയും അതിന് കേർവേച്ചറും കാണാൻ. കേർവേച്ചർ നമ്മൾ നേരത്തെ കണ്ടാണ്, അതുകൊണ്ട് വലിയ വിഷയമില്ല. നമുക്ക് നമ്മളതായ എക്സ്പ്രഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ടിയും എന്നും ബിയും കാണാം. നമ്മൾ ആർ ഓഫ് ടി ഇല്ല, ടീന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, എന്നിന്റെ എക്സ്പ്രഷൻ അറിയാം. ടിയും എന്നും ഉണ്ടെങ്കിൽ ടി ക്രോസ് എൻ ചെയ്ത ബിയും കിട്ടുന്ന അറിയാം. കേർവേച്ചറും നമ്മളെ കയ്യിൽ എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആർ ഓഫ് ടി നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ഇൻഡിക്കേഷൻ നമുക്ക് ആർ ഡാഷ് ഓഫ് ടി വേണം. അപ്പൊ ആർ ഡാഷ് ഓഫ് ടി കാണും അല്ലെ. ഇനി ആർ ഡാഷ് ഓഫ് ടി കണ്ട് നമുക്ക് ടാൻജന്റ് വെക്ടർ ആയിട്ടുള്ള യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആക്കണമെങ്കിൽ ഇതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അല്ലെ. അപ്പൊ ഇതിന്റെ നോം കണ്ടു. നോം കാണുമ്പോൾ റൂട്ട് സ്ക്വയർ എടുക്കുക അല്ലെ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ. അപ്പൊ എക്സ് വൈ സെറ്റിലെ ഫംഗ്ഷൻസ് എഴുതി. അപ്പൊ നമുക്ക് ആർ ഡാഷ് ഓഫ് ടി 5 കിട്ടി. ഓക്കെ, അതുകൊണ്ട് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആർ ഡാഷ് ഓഫ് ടി ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ടി വരും. ഇതിൽ ഈ കമ്പ്യൂട്ടേഷനിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ ചെക്ക് ചെയ്യട്ടോ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നെക്സ്റ്റ് ടി ഓഫ് ടി കിട്ടി. നമുക്ക് ഇനി n കിട്ടുന്നെങ്കിൽ ടി ഡാഷ് ഓഫ് ടിന്റെ എന്ത് വേണം, നോം ടി ഡാഷ് ഓഫ് ടിയുടെ ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ ടി ഓഫ് ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടി ഡാഷ് ഓഫ് ടി കിട്ടി, അതിന്റെ നോമും കണ്ടു. ഓക്കെ, എന്നിട്ട് ഹാൻസ് ദ യൂണിറ്റ് നോർമൽ വെക്ടർ എൻ ഓഫ് ടി ഇസ് ഗിവൺ ബൈ എൻ ഓഫ് ടിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, ടി ഡാഷ് ഓഫ് ബൈ നോം ടി ഡാഷ് ഓഫ് ടി ആണ്. ആ സാധനങ്ങൾ അവിടെ കൊടുക്കുന്നത് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എൻ ഓഫ് ടിയും കിട്ടി. അപ്പൊ നമുക്ക് ടി ഓഫ് ടിയും കിട്ടി, എൻ ഓഫ് ടിയും കിട്ടി. ഓക്കെ, നമുക്ക് ടി ഓഫ് ടി ഇതായിരുന്നു നമ്മുടെ ടി ഓഫ് ടി അല്ലെ. ഇനി നമുക്ക് കാണേണ്ടത് ബി ആയിരുന്നു കാണേണ്ടത്. ബി ഓഫ് ടി ബൈനോമിയൽ വെക്ടർ കാണാൻ എന്താ, ടീനും എന്നിനും ക്രോസ് ചെയ്യും. അപ്പൊ നമുക്ക് 2 വെക്ടർ എഴുതിയിട്ടുണ്ട്, അതിനെ ക്രോസ് ചെയ്യുന്നു. ഫൈ ജെ കെ ഫസ്റ്റിന്റെ എക്സ് ഫംഗ്ഷൻ, സെക്കൻഡിന്റെ ജെ ഫംഗ്ഷൻ ഇവിടെ ചെയ്ത ഫസ്റ്റ് ഐന്റെ കോസ് ടി, വൈന്റെ സൈൻ ടി, സെഡിന്റെ ഇല്ല, സെഡിന്റെ 0. ഓക്കെ,
എന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നതാണ് എന്തിന് ഈക്വൽ ആവുക, നമ്മളുടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആവുക. അപ്പൊ നമ്മളുടെ ഡിറ്റർമിനന്റ് കാണുന്നു ഐ ഇൻറ്റു എന്താ ഇത് 0 വരും ഇൻറ്റു സൈൻ ടി മൈനസ് 4/5 വരും, മൈനസും പ്ലസ് ആയി. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിറ്റർമിനന്റ് കാണാം. കഴിഞ്ഞ സെൻസറിൽ ഡിസ്കസ് ചെയ്ത സാധനമാണ് നമ്മൾ ഡിറ്റർമിനന്റ് കാണാന്ന് പറഞ്ഞത്. ഈ ഒരു നമ്മൾ ഈ സാധനം ക്രോസ് പ്രൊഡക്റ്റ് നിങ്ങൾ പ്ലസ് പഠിച്ചാണല്ലോ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ബി ഓഫ് ടിയും കിട്ടി. അപ്പൊ നമ്മൾ ടി എന്നും ബിയും കാണാൻ കേർവേച്ചറും കൂടി കാണാൻ. കേർവേച്ചറിന്റെ ഇക്വേഷൻ എന്തായാലും നോമ് ടി ഡാഷ് ഓഫ് ടി ബൈ നോമ് ആർ ഡാഷ് ഓഫ് ടി. നോമ് ടി ഡാഷ് ഓഫ് ടി നമ്മൾ കണ്ട 3/5, നോമ് ആർ ഡാഷ് ഓഫ് ടി 5 ആയിരുന്നു. അപ്പൊ നമ്മൾ കേർവേച്ചർ എന്ന് പറഞ്ഞത് 3/25 ആണ് ഫോർ ഓൾ ടി അല്ലേ. സിമിലർലി പ്രോബ്ലം 7 പറയുന്നത് നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഫോർ ദ ഓസിലേറ്റിംഗ് നോർമൽ ആൻഡ് റെക്ടിഫൈ. നമ്മൾ നേരത്തെ ടി എന്നും ബിയും വെച്ച് കുറച്ച് പ്ലെയിനുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ട് ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ സാധനമാണ് കഴിഞ്ഞ സെമിസ്റ്ററിൽ എവിടെയാണെന്നുള്ള. എന്തായാലും ഒക്കെ നമുക്കൊന്നുകൂടി പറയാം. ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ പറയാ, ആ പ്ലെയിൻ കടന്നു പോകുന്ന ഒരു പോയിന്റും ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഏതായാലും മെത്തേഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം അത് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഇല്ല. പോയിന്റ് നോർമൽ ഫോം എന്നാണ് പറയാം. അപ്പൊ നമ്മൾ 3Dയിലെ ഒരു 3 സ്പേസിലെ പ്ലെയിനിന്റെ ഇക്വേഷൻ ചെയ്താൽ നമ്മൾക്ക് എന്ത് വേണം, ആ പ്ലെയിൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് വേണം. അതിന്റെ പൊസിഷൻ വെക്ടർ എന്താണെന്ന് അറിയണം. എന്നിട്ട് അതിന് ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്താണെന്ന് പറയണം. അപ്പൊ അത് രണ്ടും ഉണ്ടെങ്കിൽ എന്താ പോയിന്റ് നോർമൽ ഫോം എന്നാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ, വി നോ ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിന്റ് വിത്ത്. അപ്പൊ നമ്മൾ ആ പോയിന്റ് എന്തുണ്ട്, നമ്മൾ പൊസിഷൻ വെക്ടർ ഉണ്ട്. പൊസിഷൻ വെക്ടർ നമ്മൾ അതാണ് x0i പ്ലസ് y0 j പ്ലസ് z0. ഏത് ആ പ്ലെയിൻ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ കിട്ടിയാൽ മതി. അതേപോലെ ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ, അതിന്റെ എന്തായി ai പ്ലസ് bj പ്ലസ് ck ആണെങ്കിൽ ആ പ്ലെയിന്റെ ഇക്വേഷൻ എന്താണ് വരിക എന്ന് പറഞ്ഞാൽ a ഇൻറ്റു എക്സ് മൈനസ് x0. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സിന്റെ കോർഡിനേറ്റ് എക്സ് ആൻഡ് x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയിൻ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പോയിന്റിന്റെ എന്താണ് എക്സ് കോർഡിനേറ്റ്, അത് x0 പ്ലസ് എ മൾട്ടിപ്ലൈ ചെയ്യേണ്ട എ ആണ് ഏത്, ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ എടുത്ത വെക്ടർ ഉണ്ടാവല്ലോ, ആ വെക്ടറിന്റെ എക്സ് കോർഡിനേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, ആ വെക്ടറിന് പെർപെൻഡിക്കുലർ, ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് നമ്മൾ എടുത്ത വെക്ടർ ഉണ്ടാവില്ല, അതിന്റെ y കോർഡിനേറ്റ് ഇൻറ്റു y മൈനസ് y0 എന്ന് പറഞ്ഞാൽ ആ പ്ലെയിൻ കടന്നു പോകുന്ന ഏതൊരു പോയിന്റ് നമ്മൾ എടുത്ത അതിലത്തെ y കോർഡിനേറ്റ്, പ്ലസ് സി എന്ന് പറഞ്ഞാൽ സിമിലർലി സി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയതിന്റെ സെറ്റ് കോർഡിനേറ്റും ഇവിടെ z0 എന്ന് പറഞ്ഞാൽ ആ പ്ലെയിൻ കടന്നു പോകുന്ന പോയിന്റിന്റെ സെറ്റ് കോർഡിനേറ്റും അല്ലെ. അപ്പൊ ഈ നമുക്കൊരു പോയിന്റും അതിന്റെ പൊസിഷൻ വെക്ടറും അത് കടന്നു പോകുന്ന വെക്ടറിന്റെ വെക്ടറും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്ലെയിനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാന്ന് അറിയാം. ഓക്കെ, പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, നമുക്ക് ഇങ്ങനെ ഒരു വെക്ടറും തന്നിട്ടൊന്നുമില്ല. നമുക്ക് ആകെ നമ്മളെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ള എന്താ, നമുക്ക് എന്തായാലും ഓസിലേറ്റിംഗ് നോർമൽ ആൻഡ് റെക്ടിഫൈ ഈ 3 പ്ലെയിനിന്റെയും എന്ത് കാണണം, ഇക്വേഷൻ കാണണം. നമ്മുടെ കയ്യിൽ ആകെ ആർ ഓഫ് ടി മാത്രമേ. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലെയിന്റെ ഇക്വേഷൻ കാണുമെങ്കിൽ എന്തൊക്കെയാ വേണ്ടത്, ഒന്ന് ആ പ്ലെയിൻ കടന്നു പോകുന്ന ഒരു പോയിന്റ്, രണ്ട് ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ. അപ്പൊ നേരത്തെ നമുക്ക് എളുപ്പത്തിന് നമ്മൾ നേരത്തെ ഈ ഒരു പ്ലെയിനിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാം. ഈ ഓസിലേറ്റിംഗ് പ്ലെയിൻ കണ്ടോ, ടിയും എന്നും ചേർന്ന് ഫോം ചെയ്യുന്ന ഈ ഒരു പ്ലെയിന്, ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്താ ഉണ്ടാവുക, അത് നമ്മളുടെ എന്തായിരിക്കും, ബി ബൈനോർമൽ വെക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി നോർമൽ പ്ലെയിൻ ബിയും എന്നും കൂടി ചേർന്നുണ്ടാക്കുന്ന പ്ലെയിൻ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇനിയിപ്പോ റെക്ടിഫൈങ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എൻ ആണ്. ഓക്കെ, ഈ ഒരു ചിത്രം മനസ്സിലാവും. അപ്പൊ ബിയും ടിയും ചേർന്നുണ്ടാക്കുന്നതിന്റെ പെർപെൻഡിക്കുലർ വെക്ടർ എൻ ആയിരിക്കും. എന്നും ടിയും ചേർന്നുണ്ടാക്കുന്ന പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ വെക്ടർ ബി ആയിരിക്കും. ബി സിമിലർലി അങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് ആർ ഓഫ് ടി മാത്രം, നമ്മളെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ള എന്താ, പ്രോബ്ലത്തിൽ നമ്മളോട് ഈ പ്ലെയിന്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ പ്ലെയിന്റെ ഇക്വേഷൻ കാണാൻ അത് കടന്നു പോകുന്ന ഒരു പോയിന്റും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ. അപ്പൊ പെർപെൻഡിക്കുലർ ആയി പോകുന്ന ഒരു വെക്ടർ എന്താ നമുക്ക് കിട്ടി. ഇനി ആ പ്ലെയിൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് ആ കിട്ടുന്നുണ്ട്. അതിന് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി, ഈ പ്ലെയിൻസിന്റെ ഒക്കെ ഇക്വേഷൻ കാണുന്ന ആർ ഓഫ് ടി ഉണ്ട്, ടി ഈസിക്കൽ π/4. അപ്പൊ ഈ ആർ ഓഫ് ടിയിൽ ഈ ടി ഈസിക്കൽ π/4 ഇട്ടാ കിട്ടുന്ന ആ പോയിന്റ് ആ പ്ലെയിനിൽ ഉണ്ടാവണല്ലോ.
ഓക്കെ, അപ്പൊ അത് വെച്ച് നമ്മൾ ചെയ്ത് അപ്പൊ നമുക്കൊരു ആ പ്ലെയിനിലൂടെ കടന്നു പോകുന്ന പോയിന്റും ഉണ്ടാവും, അതിന്റെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിനെ കുറിച്ചും ധാരണ ഉണ്ട്. കാരണം നമുക്ക് ഈ ആർ ഓഫ് ടി ഉണ്ടെങ്കിൽ എന്നും ടിയും ബിയും നമുക്ക് കാണാമല്ലോ. അപ്പൊ ഓരോ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ എന്നോ ടിയോ ബി ഏതൊന്നായിരിക്കും പെർപെൻഡിക്കുലർ വെക്ടർ വരിക. അപ്പൊ ആ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്നും ടിയും ബിയും നമ്മൾ കാണുന്നു. ആദ്യം ആർ ഓഫ് ടി കാണുന്നു, നമുക്കറിയാം അതിന്റെ ആർ ഡാഷ് ഓഫ് ടി കാണുന്നു, നോമ ആർ ഡാഷ് ഓഫ് ടി ഒക്കെ കണ്ടിട്ട് ടി ഓഫ് ടി നമ്മുടെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാണുന്നു. ഈ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഒക്കെ ജസ്റ്റ് കമ്പ്യൂട്ടേഷൻ മാത്രം, അൽജിബ്രിക് കമ്പ്യൂട്ടേഷൻ മാത്രം, ജസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക, കമ്പ്യൂട്ട് ചെയ്യുക അല്ലെ. അപ്പോൾ ടി ഓഫ് ടി എന്താണെന്ന് കാണുന്നു, ആർ ഡാഷ് ഓഫ് ടി ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ചെയ്യുന്നു. അപ്പൊ നമുക്ക് ടി ഓഫ് ടി കിട്ടി. എൻ ഓഫ് ടി കാണാൻ ടി ഡാഷ് ഓഫ് ടി ബൈ നോം ടി ഡാഷ് ഓഫ് ടി, അപ്പം ടി ഡാഷ് ഓഫ് ടി കാണണം, നോം ടി ഡാഷ് ഓഫ് ടി കണ്ട് ചെയ്യുന്നു. ബി ഓഫ് ടി കാണാൻ നേരത്തെ ചെയ്ത പോലെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ ആയിട്ടുണ്ട്. നമ്മൾ എന്നോ ടിയും ബിയും കണ്ടു വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ടി ഓഫ് പൈ ബൈ 4 കണ്ടിട്ടുണ്ട്, എൻ ഓഫ് പൈ ബൈ 4 കണ്ടിട്ടുണ്ട്, ബി ഓഫ് പൈ ബൈ 4 അതിൽ കൊടുത്താൽ മതി. അപ്പൊ ഇത്ര പോയിന്റുകൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പം ടിയും എന്നും കൂടി ഫോം ചെയ്യുന്ന പ്ലെയിനിൽ എന്തുണ്ടാവും, ടി ഓഫ് പൈ ബൈ 4 എൻ ഓഫ് പൈ ബൈ 4 ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ പ്ലെയിനിൽ ഒരു പോയിന്റ് കിട്ടിയാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പൈ ബൈ 4 കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, നോക്കാം എങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിൽ ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ എങ്ങനെ വരുന്നത് മനസ്സിലായി. അപ്പൊ നമ്മളെ കയ്യിൽ ഫസ്റ്റ് തന്നെ ഓസിലേറ്റിംഗ് പ്ലെയിൻ അറ്റ് ടി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓസിലേറ്റിംഗ് പ്ലെയിൻ ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഓസിലേറ്റിംഗ് പ്ലെയിൻ അറ്റ് ടി ഈക്വൽ പൈ ബൈ 4 നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പോൾ ഓസിലേറ്റിംഗ് പ്ലെയിൻ അറ്റ് ടി ഈക്വൽ പൈ ബൈ 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പ്ലെയിൻ ഡിറ്റർമിൻഡ് ബൈ രണ്ട് വെക്ടേഴ്സ് എന്താണ്, ടി ഓഫ് പൈ ബൈ 4 എൻ ഓഫ് പൈ ബൈ 4 കൂടി. നമുക്ക് ഓസിലേറ്റിംഗ് പ്ലെയിൻ അറ്റ് ടി ഈക്വൽ പൈ ബൈ 4 അല്ല. അപ്പോൾ ഓസിലേറ്റിംഗ് പ്ലെയിൻ ഉണ്ടാക്കുന്നത് ടിയും ടി ഓഫ് പൈ ബൈ 4 എൻ ഓഫ് പൈ ബൈ 4 എന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലെയിന്റെ ഓസിലേറ്റിംഗ് പ്ലെയിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഏതാ വരിക, ബി ആയിരിക്കും വരിക അല്ലെ. അപ്പോൾ ഹെൻസ് ദിസ് പ്ലെയിൻ ഈസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് വിത്ത് പൊസിഷൻ വെക്ടർ ആർ ഓഫ് 5. അപ്പോൾ ആർ ഓഫ് 5 ബൈ 4 എന്ന പൊസിഷൻ വെക്ടറിലായിരിക്കും എന്ത് പോവുക, ഈ പ്ലെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആർ ഓഫ് 5 ബൈ 4 നമ്മൾ കണ്ടെത്തി. അപ്പോൾ എൻ പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ. അപ്പോൾ എൻ ഓഫ് 5 ബൈ 4 ടി ഓഫ് 5 ബൈ 4 കൂടി ചേർന്നുണ്ടാക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏതുണ്ടാവുക, അത് ബി ഓഫ് 5 ബൈ 4 ആയിരിക്കും ഉണ്ടാവുക. അത് കെ എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് കെയും കിട്ടി. അപ്പൊ നമുക്ക് എന്തുണ്ടാക്കുക, ഹെൻസ് ദി ഇക്വേഷൻ ഈസ് ഓസിലേറ്റിംഗ് പ്ലെയിൻ. നമ്മൾ ഈ എക്സ് മൈനസ് എക്സ് നോട്ട് സ്ഥാനത്ത് എന്ത് വന്നാൽ ഈ കോസ് 5 ബൈ 4 ഇൻറ്റു എന്ത് വരിക, എക്സ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിന്റെ എക്സ് ഇവിടെ 0 ആണ് അല്ലേ. അപ്പൊ 0 വന്ന് ഇവിടെ വൈയിലും 0 വരും. അപ്പൊ ഇതൊന്നും നോക്കണ്ട. പിന്നെ സെഡിൽ ഇവിടെ കെന്റെ 1 ഇൻറ്റു സെഡ് മൈനസ് നമ്മളിവിടെ സെഡ് മൈനസ് ഇവിടെ 1 വരുന്നത് അല്ലെ. സെഡ് മൈനസ് 1 0. അപ്പൊ സെഡ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പ്ലെയിൻ ആണ് എന്ത്, ഇതിന്റെ ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ഓസിലേറ്റിംഗ് പ്ലെയിൻ ആണ്. സിമിലർലി ദ നോർമൽ പ്ലെയിൻ അറ്റ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയുമ്പോൾ ആ ടി ഓഫ് 5 ബൈ 4 ആ പ്ലെയിനിൽ ഉണ്ടാവും എന്ന് പറഞ്ഞില്ല. അങ്ങനെയല്ല, നമ്മൾ ആർ ഓഫ് 5 ബൈ 4 തന്നെയാണ് ആ പ്ലെയിനിലെ പോയിന്റ് ആക്കി എടുക്കുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നോർമൽ പ്ലെയിൻ ആണ്. നേരത്തെ നമ്മൾ ഓസിലേറ്റിംഗ് പ്ലെയിൻ കണ്ടു. നോർമൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നോർമൽ യൂണിറ്റ് വെക്ടറും ബൈനോർമൽ വെക്ടറും കൂടി ചേർന്നുണ്ടാക്കുന്നതാണ് നോർമൽ പ്ലെയിൻ അല്ലേ. അപ്പൊ ടി ഈക്വൽ ബൈ ബി. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ബിയും എന്നും ചേർന്നുണ്ടാക്കുന്നത് ടി ഓഫ് 5 ബൈ 4 ആയിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ. നമ്മൾ അതിന്റെ ആർ ഓഫ് 5 ബൈ 4 കാണുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോസ് 5 ബൈ 4 ഐ പ്ലസ് സൈൻ 5 ബൈ 4 ജെ മൈനസ് കെ. അപ്പൊ ഇതിലെല്ലാം കൂടി ഏത് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അറ്റ് 5 ബൈ 4 ആ പ്ലെയിൻ കടന്നു പോകുന്ന പോയിന്റ് എന്തുണ്ടാവും, ഈ പോയിന്റ് അവിടെ ഉണ്ടാവും അല്ലെ. അപ്പം പെർപെൻഡിക്കുലർ വെക്ടർ ബിയും എന്നും ചേർന്ന് ടി ഓഫ് 5 ബൈ 4 പെർപെൻഡിക്കുലർ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു പോയിന്റും കിട്ടി, നമ്മൾ പോയിന്റും കിട്ടി, അതിന് പെർപെൻഡിക്കുലർ ആയ വെക്ടറും കിട്ടി. അപ്പൊ അത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് എന്തുണ്ടാക്കാം, നമുക്ക് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. സിമിലർലി നമ്മൾ റെക്ടിഫൈയും പ്ലെയിനിലും ടി ഈക്വൽ പൈ ബൈ 4 കിട്ടാൻ വേണ്ടി എന്തിടും, ബിയും ടിയും ചേർന്നുണ്ടാക്കുന്ന പ്ലെയിൻ ആണ് റെക്ടിഫൈയും പ്ലെയിൻ. അപ്പൊ അവിടെ എന്തായിരിക്കും, എൻ ആയിരിക്കും, എൻ ഓഫ് 5 ബൈ 4 ആയിരിക്കും പെർപെൻഡിക്കുലർ ഉണ്ടാവുക. 6 പൈ ബൈ 4 അതിലൊരു പോയിന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ 6 പോയിന്റും കിട്ടി, ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറും കിട്ടി. പിന്നെ നമുക്ക് എന്താ ഇക്വേഷനിൽ ജസ്റ്റ് പുട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇപ്പൊ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 3 വെക്ടേഴ്സ് എന്നും ടിയും ബിയും എന്താണ്, അത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഇപ്പൊ നമുക്ക് ആ പ്ലെയിൻ്റെ ഇക്വേഷൻ ഒക്കെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റി അല്ലെ.
അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അപ്ലിക്കേഷൻ ഒക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ ആണ്. അവസാനം പറഞ്ഞ പ്രോബ്ലം കണ്ടില്ല, നമ്മൾ ആ പ്ലെയിന്റെ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് R(t) മാത്രം നമുക്ക് തന്നിട്ടുണ്ടായില്ലേ. അറ്റ് t = ഫോർവേഡ് കടന്നു പോകുന്ന റെക്ടിഫൈങ് പ്ലെയിൻ ആയാലും ബാക്കിയുള്ള സാധനങ്ങൾ ചേർന്നുണ്ടാക്കുന്ന പ്ലെയിൻ ആയാലും നമുക്ക് അതിന്റെ ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും. ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആക്കി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു സെക്ഷനും കൂടിയേ ഉള്ളൂ. ആ സെക്ഷനും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ നമ്മളുടെ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ്, ഒരു എക്സലേഷന്റെ ഇതേപോലെ ഒരു പ്രോപ്പർട്ടി, അതിന്റെ ഒരു കമ്പോണന്റ് ഫംഗ്ഷൻ ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അത് നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.